ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് സെമസ്റ്റർ 6-ൽ വരുന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ മൊഡ്യൂൾ 1-ൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പോണൻസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാട്ട് ഈസ് എൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ത്രൂ വയേഴ്സ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഓർ ഒപ്റ്റിക്കൽ ലിങ്ക്സ്. അപ്പോൾ എന്ത് പറ്റും? അതായത് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഇന്ററാക്ട് ചെയ്താൽ മാത്രമാണ് ഡാറ്റ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? റിസോഴ്സസിനെ ഷെയർ ചെയ്യുക. ഓക്കെ, സോ the aim of the computer network is the sharing of resources among various devices. In the case of computer network technology, there are several types of networks that vary from simple to complex level. Okay, ഇനി വരുന്നത് features of computer network ആണ്. A list of computer network features is given below. Communication speed, file sharing, backup and rollback is easy. Software and hardware sharing, security, scalability and reliability. Okay, ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്പീഡ് ആണ്. അപ്പോൾ നെറ്റ്വർക്ക് വഴി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയി തന്നെ നടക്കുന്നുണ്ട്. നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ദി നെറ്റ്വർക്ക് ഇൻ ആൻ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് അല്ലേ? ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളായാലും എന്തായാലും ഒരാൾ കാണാനായാലും അല്ലെ, വീഡിയോ കോളും വീഡിയോ കോൺഫറൻസിങ്ങും എല്ലാം നടക്കുന്നത് ഈ ഒരു നെറ്റ്വർക്ക് വഴി തന്നെയാണ്. സോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? വീഡിയോ കോൺഫറൻസിങ്, അതുപോലെ ഇമെയിൽ മെസ്സേജിങ്, അങ്ങനെ കുറെ വരുന്നുണ്ട് അല്ലേ, ഓവർ ദി നെറ്റ്വർക്ക്. Therefore, the computer network is a great way to share our knowledge and ideas. ഇനി വരുന്നത് ഫയൽ ഷെയറിംഗ് ആണ്. ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫയൽ ഷെയറിംഗ് തന്നെയാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ടു ഷെയർ ദി ഫയൽസ് വിത്ത് ഈച്ച് അതർ. ഇനി വരുന്നത് ബാക്കപ്പ് ആൻഡ് റോൾ ബാക്ക് ഈസ് ഈസി. ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫയൽസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നത്, സേവ് ചെയ്ത് വെക്കുന്നത് മെയിൻ സെർവറിലാണ്, വിച്ച് ഈസ് സെൻട്രലി ലൊക്കേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ബാക്കപ്പ് എടുക്കാനും ഈസിയാണ്. ഓക്കെ, therefore it is easy to take the backup from the main server. ഇനി വരുന്നത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഷെയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ സെർവർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അത് സെൻട്രലി ലൊക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മെയിൻ സെർവറിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് മെഷീനിലേക്ക് എന്ത് ചെയ്യേണ്ട? ഈ സോഫ്റ്റ്വെയർ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ലാന്ന്. ഓക്കെ, സോ ദി യൂസർ ക്യാൻ ആക്സസ് ദി അപ്ലിക്കേഷൻ സെൻട്രലി. സോ we do not need to install the software on every machine. Similarly, hardware can also be shared. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നെറ്റ്വർക്ക് സെക്യൂരിറ്റി അലോ ചെയ്യുന്നത്? അതായത് സെർട്ടൈൻ ഫയൽസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് അക്സസ് ചെയ്യാനായിട്ട് യൂസറിന് റൈറ്റ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫയൽസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസിനെ അക്സസ് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് അലോ ചെയ്യുള്ളൂ. Network allows the security by ensuring that the user has the right to access the certain files and applications. Okay. ഇനി നെക്സ്റ്റ് വരുന്നത് സ്കെയിലബിലിറ്റി ആണ്. അപ്പോൾ എന്താണ് സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് നെറ്റ്വർക്കിലേക്ക് ഡിവൈസസിനെ എന്ത് ചെയ്യാൻ പറ്റും? അതായത് കമ്പോണൻസിനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എത്ര വേണമെങ്കിലും കമ്പോണൻസിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. Scalability means that we can add the new components on the network. Network must be scalable so that we can extend the network by adding new devices. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്തൊക്കെയാണ്? അതായത് സ്പീഡ് ഡിക്രീസ് ചെയ്യും അല്ലേ? It decreases the speed of the connection and data of the transmission speed also decreases. അപ്പോൾ എന്ത് സംഭവിക്കും? അതായത് എറർ വരാനുള്ള ചാൻസും അവിടെ കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് റൂട്ടിംഗ് ഓർ സ്വിച്ചിങ് ഡിവൈസസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പോണൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മളത് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്നത് റിലയബിലിറ്റി ആണ്. അപ്പോൾ ഇൻ കേസ് ഒരു ഹാർഡ്വെയർ ഫെയിലിയർ സംഭവിച്ചാൽ പോലും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ക്യാൻ യൂസ് ദി ആൾട്ടർനേറ്റീവ് സോഴ്സ് ഫോർ ദി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പോണൻസ് ആണ്. ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പോണൻസ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാണ്? അതായത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിലാണ്.
Computer network components are the major parts which are needed to install the software. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള നെറ്റ്വർക്ക് കമ്പോണൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അതാണ് NIC, അതുപോലെ സ്വിച്ച്, കേബിൾ, ഹബ്, റൂട്ടർ ആൻഡ് മോഡം. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ദാറ്റ് വി നീഡ് ടു ഇൻസ്റ്റാൾ some network components can also be removed. അതായത് ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് വരുന്നുണ്ട് അല്ലെ. വയേർഡ് നെറ്റ്വർക്കും ഉണ്ട്, വയർലെസ് നെറ്റ്വർക്ക് ഉണ്ട് അല്ലെ. ഇപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ നമുക്ക് എങ്ങനെയാണ്, വയർലെസ് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ഈ വയർലെസ് നെറ്റ്വർക്കിൽ എന്തിന്റെ ആവശ്യമില്ല, കേബിളിന്റെ ആവശ്യമില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദി വയർലെസ് നെറ്റ്വർക്ക് ഡസ് നോട്ട് റിക്വയർ എ കേബിൾ. അപ്പോൾ ഇനി നമുക്കതിലെ ഓരോ കമ്പോണൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് വന്നിരുന്നത്, NIC, അതായത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ്. ഒരു കമ്പ്യൂട്ടർ വേറൊരു കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫർ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ MAC അഡ്രസ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എൻകോഡ് ചെയ്തിട്ട് ഈ ഒരു നെറ്റ്വർക്ക് കാർഡ് ചിപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, വിച്ച് ഈസ് അസൈൻ ബൈ ദി IEEE ടു ഐഡന്റിഫൈ എ നെറ്റ്വർക്ക് കാർഡ് യൂണിക്കലി. ഈ ഒരു MAC അഡ്രസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അതായത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, 2 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ആണ് വരുന്നത്. വയേർഡ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, അതുപോലെ തന്നെ വയർലെസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് വയേർഡ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ആണ്. അപ്പോൾ അത് കാണുന്നത് എവിടെയാണ്, മദർ ബോർഡിലെ ഇൻസൈഡ് ആയിട്ടാണ്. ഓക്കെ, ദി വയേർഡ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദി മദർ ബോർഡ്. അപ്പോൾ വയേർഡ് ആയിരിക്കും എങ്ങനെയായിരിക്കും, അതായത് കേബിൾസ് അതുപോലെ തന്നെ കണക്ടേഴ്സ് ആവശ്യമായിട്ട് വരും അല്ലെ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ കേബിൾസ് ആൻഡ് കണക്ടേഴ്സ് ആർ യൂസ്ഡ് വിത്ത് വയേർഡ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ടു ട്രാൻസ്ഫർ ഡാറ്റ. അപ്പോൾ എങ്ങനെയായിരിക്കും, വയർലെസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിൽ എങ്ങനെയായിരിക്കും, അവിടെ ആന്റിനസ് ആണ് വരുന്നത്. ഓക്കെ, ദി വയർലെസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് കണ്ടെയ്ൻസ് ദി ആന്റിന ടു ഒബ്റ്റെയിൻ ദി കണക്ഷൻ ഓവർ ദി വയർലെസ് നെറ്റ്വർക്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പ് തന്നെയാണ്. ഓക്കെ, എക്സാമ്പിൾ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കണ്ടെയ്ൻ ദി വയർലെസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. അവിടെ ആന്റിനയാണ് വരുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വയർലെസ് നെറ്റ്വർക്ക് കൂടെ വേറൊരു സിസ്റ്റം ആയിട്ട് കണക്ഷൻ പോസിബിൾ ആക്കുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് ഹബ്ബാണ്. അപ്പോൾ ഈ ഒരു ഹബിന്റെ കേസൊക്കെ നമ്മൾ മുന്നേ പഠിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ആയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഹബ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസസിലേക്ക് നെറ്റ്വർക്കിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ഡിവൈസസിനെ ഈ ഒരു ഹബിലേക്ക്, ഈ ഒരു ഹാർഡ്വെയർ ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് എന്ത് വേണം, അതായത് നെറ്റ്വർക്കിൽ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടി റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു റിക്വസ്റ്റ് ഫസ്റ്റ് സെൻഡ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും, ഹബിലേക്കായിരിക്കും, ത്രൂ കേബിൾ. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ഹബ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും, വന്ന റിക്വസ്റ്റിനെ എൻ്റെ നെറ്റ്വർക്കിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. സോ ഓൾ ദി ഡിവൈസസ് വിൽ ചെക്ക് വെദർ ദി റിക്വസ്റ്റ് ബിലോങ് ടു ദം ഓർ നോട്ട്. ഇഫ് നോട്ട്, ദി റിക്വസ്റ്റ് വിൽ ബി ഡ്രോപ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ പ്രോസസ്സിന് വേണ്ടി തന്നെ ഹബ് എന്ന് പറയുന്നത് കുറേ, അതായത് മോർ ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ലിമിറ്റ്സ് ദി എമൗണ്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഈ ഒരു ഹബ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് സ്വിച്ചസ് അതുപോലെ തന്നെ റൂട്ടേഴ്സ് വെച്ചിട്ട് ഈ ഒരു ഹബിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, nowadays the use of hub is absolute and it is replaced by more advanced computer network components such as switches, routers. നെക്സ്റ്റ് വരുന്നത് സ്വിച്ച് ആണ്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഡിവൈസ് ആണ്. A switch is an hardware device that connect multiple devices on a computer network. അപ്പോൾ നമ്മൾ നേരത്തെ ഹബിന്റെ കേസ് പറഞ്ഞല്ലോ, അപ്പോൾ അതിനേക്കാളും കൂടുതലായുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ സ്വിച്ചിൽ വരുന്നുണ്ട്. ഓക്കെ, the switch contain the updated tables that decide where the data is transmitted or not. അതായത് ഇപ്പോൾ രണ്ട് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതായത് ഈ ഒരു ഏത് സിസ്റ്റത്തിൽ നിന്നാണോ സെൻഡ് ചെയ്യുന്നത് അതെന്ന് പറയുന്നത് ഒരു മെസ്സേജ് ആണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മെസ്സേജിൽ എന്തുണ്ടായിരിക്കും, ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സ്വിച്ച് ഹാർഡ്വെയർ ഡിവൈസ് കറക്റ്റ് ആയിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് ആ ഒരു ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഒരു ഡയറക്റ്റ് കണക്ഷൻ ആണ് സെൻഡർ അതുപോലെ തന്നെ റിസീവർ ആയിട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ ആണ് സ്വിച്ച് വഴി പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്പീഡും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി തന്നെ നടക്കുന്നുണ്ട്. ഹബിൽ എങ്ങനെയായിരുന്നു, അതായത് എൻറ്റയർ നെറ്റ്വർക്കിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമായിരുന്നു അല്ലെ. ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. കറക്റ്റ് ആയിട്ട് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് കറക്റ്റ് ആയിട്ട് ഡാറ്റനെ സെൻഡ് ചെയ്ത് കൊടുക്കും.
ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. എ സ്വിച്ച് ഡസ് നോട്ട് ബ്രോഡ്കാസ്റ്റ് ദി മെസ്സേജ് ടു ദി എൻറ്റയർ നെറ്റ്വർക്ക് ലൈക്ക് ദി ഹബ്. It determines the device to whom the message is to be transmitted. Therefore, we can say that switch provide a direct connection between source and destination. It increases the speed of the network. ഇനി നെക്സ്റ്റ് വരുന്നത് റൂട്ടർ ആണ്. അപ്പോൾ ഈ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റ് കണക്ഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യണത്. ഓക്കെ, it is used to receive allies and forward the incoming packets to another network. Then ഈ ഒരു റൂട്ടർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് OSI റെഫറൻസ് മോഡലിലെ ലെയർ 3, അതായത് നെറ്റ്വർക്ക് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ OSI റെഫറൻസ് മോഡലൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി a router forward the packet based on the information available in the routing table. അതായത് ഓരോ റൂട്ടിനും ഒരു റൂട്ടിംഗ് ടേബിൾ ഉണ്ടായിരിക്കും. ആ ഒരു ടേബിളിലാണ് ഇപ്പോൾ നേരെ നമ്മൾ സ്വിച്ചിന്റെ കേസ് പറഞ്ഞല്ലോ അവിടെ ടേബിളിന്റെ കേസ്, അതായത് സോഴ്സ് അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഡെസ്റ്റിനേഷൻ അഡ്രസ് എങ്ങനെ കിട്ടുക? അതായത് ഒരു ഫിസിക്കൽ അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് കറക്റ്റ് ആയിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഡാറ്റ പാസ് ചെയ്യുമ്പോൾ, ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് പാത്തിൽ കൂടെ സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അല്ലേ. അപ്പോൾ കറക്റ്റ് ആയുള്ള ബെസ്റ്റ് ആയുള്ള പാത്ത് സെലക്ട് ചെയ്ത് ആ പാക്കറ്റ് ഫോർവേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ ഒരു റൂട്ടർ ചെയ്യുന്നത്. It determines the best path from the available path for the transmission of the packet. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് റൂട്ടർ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? സെക്യൂരിറ്റി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റൂട്ടർ ഉപയോഗിച്ചിട്ട് അതായത് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. നെറ്റ്വർക്ക്സിൽ വരുന്ന ഡിവൈസുകളെ സിസ്റ്റത്തിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് കൂടെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യും, അതായത് എൻ്റയർ കേബിൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കറക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉള്ള സ്പെസിഫൈഡ് ഡിവൈസിന് മാത്രമേ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റിലയബിലിറ്റി ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെർവർ അതിന്റെ ഫംഗ്ഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഗോസ് ഡൗൺ അല്ലേ. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, വേറെ അതർ നെറ്റ്വർക്ക്സിനെ ഇത് എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ബട്ട് നോ അതർ നെറ്റ്വർക്ക്സ് ആർ എഫക്റ്റഡ് ദാറ്റ് ആർ സർവ്ഡ് ബൈ ദി റൂട്ടർ. ഇനി വരുന്നത് പെർഫോമൻസ് ആണ്. റൂട്ടർ എൻഹാൻസസ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി നെറ്റ്വർക്ക്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് ദർ ആർ 24 വർക്ക് സ്റ്റേഷൻ, നെറ്റ്വർക്കിൽ 24 വർക്ക് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതായത് സെയിം എമൗണ്ട് ഓഫ് ട്രാഫിക് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ട്രാഫിക് ലോഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും, റൂട്ടർ എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ നെറ്റ്വർക്കിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് നെറ്റ്വർക്ക്സ് ആക്കി മാറ്റും. ഓക്കെ, സോ റൂട്ടർ സ്പ്ലിറ്റ് ദി സിംഗിൾ നെറ്റ്വർക്ക് ഇൻടു 2 നെറ്റ്വർക്ക്സ് ഓഫ് 2 വർക്ക് സ്റ്റേഷൻ ഈച്ച്. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടുത്തെ ട്രാഫിക് ലോഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഇനി വരുന്നത് നെറ്റ്വർക്ക് റേഞ്ച്. ഇനി നെക്സ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത് മോഡം ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, അതായത് കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. ദാറ്റ് അലോ ദി കമ്പ്യൂട്ടർ ടു കണക്ട് ടു ദി ഇന്റർനെറ്റ് ഓവർ ദി എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻ. അപ്പോൾ ഈ ഒരു മോഡം എന്ന് പറയുന്നത് മദർ ബോർഡായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എന്ത് ചെയ്തിരിക്കുകയാണ്, അതായത് ഈ ഒരു മദർ ബോർഡിൽ കാണുന്ന PCI സ്ലോട്ടിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ദി PCI സ്ലോട്ട് ഫൗണ്ട് ഓൺ ദി മദർ ബോർഡ്. ഇറ്റ് സ്റ്റാൻഡ് ഫോർ മോഡുലേറ്റർ ഓർ ഡിമോഡുലേറ്റർ. എന്തുകൊണ്ടാണ്, അതായത് ഇവിടെ ഡിജിറ്റൽ ഡാറ്റേനെ അനലോഗ് സിഗ്നൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഓവർ ദി ടെലിഫോൺ ലൈൻസ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ഡിഫറൻസ് ഇൻ സ്പീഡ് ആൻഡ് ട്രാൻസ്മിഷൻ റേറ്റ് എ മോഡം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ദി ഫോളോയിങ് കാറ്റഗറീസ്. ഫസ്റ്റ് എന്താ വരുന്നത്, സ്റ്റാൻഡേർഡ് PC മോഡം ഓർ ഡയൽ-അപ്പ് മോഡം, ദെൻ സെല്ലുലർ മോഡം, ദെൻ കേബിൾ മോഡം. ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നത് കേബിൾസ് ആൻഡ് കണക്ടേഴ്സ് ആണ്. അപ്പോൾ കേബിൾസ് ഇതിനായി യൂസ് ചെയ്യുന്നത്, അതായത് സിഗ്നൽസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേബിൾസ് യൂസ് ചെയ്യുന്നത്. കേബിൾ ഈസ് ആൻ ട്രാൻസ്മിഷൻ മീഡിയ യൂസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻ സിഗ്നൽ. ദർ ആർ 3 types ഓഫ് കേബിൾസ് യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷൻ. എന്തൊക്കെയാണ്, ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോആക്സിയൽ കേബിൾ, ദെൻ ഫൈബർ ഓപ്റ്റിക് കേബിൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് കുറച്ചൊക്കെ ബേസിക് ആയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി വരുന്ന മൊഡ്യൂൾസിലൊക്കെ നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.